ഹലോ ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്ക്. ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർട്ടികളിലും വിശേഷ ദിവസങ്ങളിലും ശർക്കരയും സേമിയൊക്കെ ചേർത്ത് എന്നും ഒരുപോലുള്ള പായസം ഉണ്ടാക്കി മടുത്തെങ്കിൽ സാധാരണ പായസങ്ങളിൽ നിന്നും കുറച്ചൊരു വ്യത്യാസത്തിൽ നിന്ന് നമുക്ക് ഫ്രൂട്ട്സ് പായസം ഉണ്ടാക്കി നോക്കിയാലോ. ചൂടോടെ കൂടെ കുടിക്കാൻ മാത്രമല്ല, നാട്ടിലിപ്പോഴത്തെ ചൂട് കാലാവസ്ഥയിൽ തണുപ്പിച്ച് കുടിക്കാൻ ഇത് കിടിലൻ ടേസ്റ്റാണ്. മറ്റു പായസങ്ങളെക്കാൾ ടേസ്റ്റിൽ ഒരുപാട് വ്യത്യാസമുള്ള ഫ്രൂട്ട്സ് പായസം ഈസി ആയിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരും എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരുപാട് ഈസി റെസിപ്പികൾ ഇനിയും കാണാനും പരീക്ഷിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയ വീഡിയോസ് എല്ലാം മിസ്സാവാതെ കാണാനായി ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടെ കിട്ടുന്നുണ്ടെന്ന് ഒന്ന് ഉറപ്പുവരുത്താട്ടോ. ആദ്യം നമുക്ക് കുറച്ച് നട്ട്സ് ഒന്ന് നെയ്യിൽ വറുത്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സും എത്ര വേണമെങ്കിലും എടുക്കാം. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ച് ചൂടായാൽ നട്ട്സ് ചേർക്കാം. ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ്, ബദാം, പീനട്ട് ഇത്രയും എടുത്തിട്ടുണ്ട്. ചെറുതായി ഒന്ന് ചോപ്പ് ചെയ്തെടുത്താൽ നന്നായിരിക്കും. ഇനി അണ്ടിപ്പരിപ്പ് മാത്രമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടാ. ഇത് കളറൊന്ന് ചേഞ്ച് ആകുന്നത് വരെ വഴറ്റാം. ഇപ്പൊ നട്ട്സ് മുഴുവൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേ നെയ്യിൽ ഫ്രൂട്ട്സ് ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ 2 വലിയ ആപ്പിൾ, നന്നായി പഴുത്ത വലിയ മാങ്ങ 2 എണ്ണം, 5-10 ഈത്തപ്പഴ ഇത്രയും വഴറ്റാനായി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് ആപ്പിൾ നന്നായി സോഫ്റ്റ് ആകുന്നതുവരെ ഇത് നല്ല പോലെ ഒന്ന് വഴറ്റാം. നേരത്തെ നട്ട്സിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇന്ന ഫ്രൂട്ട്സ് തന്നെ വേണമെന്നൊന്നുമില്ല. നല്ല മധുരമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം. കിവി പോലത്തെ പുളിയുള്ള ഫ്രൂട്ട്സ് ഒന്നും എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പൈനാപ്പിളും നേന്ത്രപ്പഴമൊക്കെ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ചേർക്കാം. ഇത് രണ്ടും എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ മാങ്ങയും ആപ്പിളും ഇപ്പൊ ചേർത്തതിന്റെ നേർ പകുതി ചേർത്താൽ മതി. പിന്നെ ഉണക്കമുന്തിരി വേണമെന്നുണ്ടെങ്കിൽ നട്ട്സ് ഫ്രൈ ചെയ്യുന്നതിന്റെ കൂടെ അതുകൂടെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പത്തെ പഞ്ചസാര ഒക്കെ മെൽറ്റായി ആപ്പിൾ നല്ല പോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇത് സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്ത ഒരു പാത്രത്തിലേക്ക് 1.5 ലിറ്റർ പാലൊഴിച്ച് തിളപ്പിക്കാൻ വെക്കാം. ഇതിലേക്ക് മധുരത്തിനായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് വഴറ്റുമ്പോൾ 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ വഴറ്റിയ ഫ്രൂട്ട്സ് കൂടെ പായസത്തിലേക്ക് ചേർത്തതിന് ശേഷം അതിന് നോക്കിയിട്ട് പോരെങ്കിൽ പിന്നെ ലാസ്റ്റ് കുറച്ചുകൂടെ മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. പാൽ ചെറുതായി തിളച്ചു വരുമ്പോൾ 1/2 കപ്പ് സാബുനരി 1 കപ്പ് വെള്ളത്തിൽ കുതിർത്തത് ചേർത്ത് കൊടുക്കാം. കട്ടാകാതെ പെട്ടെന്ന് തന്നെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. വെള്ളത്തിൽ കുതിർത്തത് കൊണ്ട് തന്നെ 3-4 മിനിറ്റിനുള്ളിലായിട്ട് സാബുനരി വെന്ത് കിട്ടും. ഞാൻ ചെറിയ ടൈപ്പ് സാബുനരിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പൊ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒന്നെങ്കിൽ ഏലക്കായ പൊടിച്ചത് അല്ലെങ്കിൽ 1 നുള്ളു കുങ്കുമപ്പൂ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1 മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് പായസത്തിന് ഒരു ക്രീമി ടെക്സ്ചർ വേണമെന്നുണ്ടെങ്കിൽ പാല് തിളപ്പിക്കുമ്പോൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 1/2 കപ്പ് പാലിലൊന്ന് മിക്സ് ആക്കിയതിനു ശേഷം ചേർത്താൽ മതി. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത നട്ട്സ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. കുറച്ച് ഗാർണിഷിങ്ങിനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇതിന് ചെറുതായി ഒന്ന് ചൂടാറിയതിനു ശേഷം അല്ലെങ്കിൽ തണുപ്പിച്ച് സെർവ് ചെയ്യാം. മുകളിലൊരു ഭംഗിക്ക് അനാറിട്ട് കൊടുക്കാം. ഭംഗിക്ക് മാത്രല്ല കേട്ടാ, തീരെ പുളിയില്ലാത്ത അനാറാണെങ്കിൽ പായസത്തിന്റെ കൂടെ കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഫ്രൂട്ട്സ് പായസം ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ട്രൈ ചെയ്താൽ മറക്കാതെ ഫീഡ്ബാക്ക് കമന്റായി അറിയിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്കും ഷെയർ ഒക്കെ ചെയ്യുക. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം കമന്റായി തന്നെ അറിയിക്കുക. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലുള്ള ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയും ആയിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ബൈ. അസ്സലാമു അലൈക്കും.